ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുതെന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചു. സഭയുടെ മുഖപത്രം സഭയുടെ താൽപര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത്, നിക്ഷേപകരുടെ താൽപര്യങ്ങൾ അല്ല. ദീപികയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി നേതാവ് ഷോൺ ജോർജ്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി ബി.ജെ.പി നേതാവും പാലായിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജ്. ദീപികയിലെ ചില വ്യക്തികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നിക്ഷേപകർക്ക് വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കുകയാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഇത് നിയന്ത്രിക്കപ്പെടണമെന്നും സഭാപിതാക്കന്മാരെ വിഷയം അറിയിക്കുമെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ചില വ്യക്തികൾ, സഭ എന്ന് ഞാൻ പറയില്ല, ചില വ്യക്തികൾ വിടുപണി ചെയ്യുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ സഭയ്ക്ക് പറ്റണം. കാരണം അത് പറ്റിയില്ല എങ്കിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിർജീവമായി പോകും. വേറെ മാർഗ്ഗമില്ല. കാരണം ഇതുമായിട്ട് വരുമ്പോൾ ഇന്നലത്തെ പത്രം എടുത്ത് വെച്ചിട്ട്, ഇന്നലത്തെ ദിവ്യ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് എടുത്ത് വെച്ചിട്ട് അമിത്ഷാജി ചോദിക്കുക, നിങ്ങളല്ലേ സഭയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ FCR ബില്ല് മാറ്റിവെച്ചത്, ഇതെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും? സഭയുടെ പത്രം സഭയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കരുത്. നിക്ഷേപകർ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടുന്നുണ്ടോ എന്നറിയാൻ സഭയുടെ മക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. സഭയുടെ ആശങ്കകൾ എല്ലാം ബി.ജെ.പി അംഗീകരിച്ചു. എന്നാൽ ദീപികയിൽ വരുന്നത് കോൺഗ്രസ് പരസ്യങ്ങളാണ്. പിതാക്കന്മാരുടെ ലേബലിൽ UDFന് വേണ്ടി ചിലർ വിടുപണി ചെയ്യുകയാണ്. ദീപിക ഇത് നിർത്തണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. FCRA നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സഭയ്ക്കുണ്ടായിരുന്ന ആശങ്കകളെല്ലാം ബി.ജെ.പി കേട്ടുവെന്നും അതുകൊണ്ടാണ് ബില്ല് മാറ്റിവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ സുരക്ഷയെ ബാധിച്ച വിഷയത്തിലാണ് FCRA ബിൽ കൊണ്ടുവന്നത്. അത് ഒരു മതത്തിന്റെ കാര്യമല്ല. നിയമ ഭേദഗതിയുടെ പേരിൽ നടത്തുന്ന പ്രചാരണങ്ങൾ അനുവദിക്കാൻ കഴിയില്ലെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന ദീപികയുടെ ഫ്രണ്ട് പേജിൽ പച്ചയ്ക്കാണ് എഴുതി വെച്ചത്. ഇത് അമിത് ഷാ കണ്ടാൽ എന്തെങ്കിലും ആവശ്യവുമായി ഇനി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുമോ എന്നും ഷോൺ ജോർജ് ചോദിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പരിപാടികൾ കാണിച്ചാൽ പാർട്ടിയിൽ തങ്ങൾ എന്തു പറയുമെന്നും ഷോൺ ചോദിച്ചു. ദീപികയ്ക്ക് പണത്തിന്റെ പ്രശ്നമാണ് ഉള്ളതെങ്കിൽ പാലാക്കാർ പിരിച്ചു കൊടുക്കാമെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലായിൽ തന്റെ പരാജയം ഷോൺ ജോർജ് ഉറപ്പിച്ചുവെന്നാണ് ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.